ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊതിച്ചോറാണ്. അപ്പോൾ നമ്മൾ വാട്ടിയെടുത്ത വാഴയിലയിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചോറിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ പൊതിച്ചോറ് ആർക്കാ ഇഷ്ടമല്ലാത്തതല്ലേ. ഇനി ഇതിലേക്ക് ഞാൻ നല്ല തേങ്ങയുടെ ചമ്മന്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മളെ ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ ഈ പൊതിച്ചോറ് നല്ല കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ. ഈ കളറുള്ള ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി കൊടുത്താൽ ടേസ്റ്റിയുമാണ്. ഇനി ഇതിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു ഓലനാണ് കേട്ടോ. നമ്മുടെ സദ്യയിൽ ഉണ്ടാക്കുന്ന വൺപയറും ഇളവനൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത് ഓലനില്ലേ, അതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഒഴിച്ചുകൂടാനാവാത്ത മുട്ടയുടെ നമ്മുടെ ഓംപ്ലേറ്റ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മത്തി ഫ്രൈ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം വേറെ മീൻ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങയുടെ അച്ചാർ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പൊതിച്ചോറ് കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ള ഐറ്റംസ് വെച്ച് നിങ്ങൾക്ക് പൊതിച്ചോറ് കെട്ടാം. ഇനി നമുക്ക് ഇതുപോലെ വാഴയിലൊന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഒരു 2 മണിക്കൂറൊക്കെ ഇത് ഈ പൊതിച്ചോറിൽ കിടന്നിട്ട് നല്ല ഒരു ടൈം കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വാഴയിലയുടെയൊക്കെ ആ ടേസ്റ്റ് വരും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഇത് നല്ല ടൈറ്റിൽ ഒരു 2 മണിക്കൂറൊക്കെ കെട്ടി വെച്ച് നമ്മുടെ വിശന്നിരിക്കുന്ന സമയത്ത് ഈ പൊതിച്ചോറ് അഴിച്ച് വെക്കുമ്പോഴൊരു സ്മെല്ലുണ്ടല്ലോ, ഓഫ്, അതൊരു അസാധ്യ സ്മെല്ലാട്ടോ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിൽ ഇതുപോലെ പൊതിച്ചോറ് കെട്ടി ഭക്ഷണം കഴിച്ചു നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പൊതിച്ചോറ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.